കഴിഞ്ഞ ദിവസം ലെനോവോയുടെ ലാപ്ടോപ്പ് മേടിച്ചിരുന്നു. അത് ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ വാറണ്ടി ഇനി 9 മാസമേ റിമൈനിങ് ഉള്ളൂ. അതെങ്ങനെയാണ് 1 ഇയർ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ബാറ്ററി ഇനി 9 മാസമേ ഉള്ളൂ വാറണ്ടി. 8-ാം മാസത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി 9 മാസം റിമൈനിങ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇന്നലെയാണ് മൈക്രോസോഫ്റ്റും ആക്ടിവേഷൻ ചെയ്തത്. അപ്പോൾ ലെനോവോയുടെ ലാപ്ടോപ്പിൽ ലെനോവോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അവിടെ നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ എന്ന് ആക്ടിവേഷൻ ചെയ്ത് അന്ന് മുതൽ കിട്ടും. അതായത് കറണ്ട് സർവീസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാറ്റസ് 9 മന്ത്സ് റിമൈനിങ് ഇൻ വാറണ്ടി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ 1 ഇയർ ഓൺ സൈറ്റ് വാറണ്ടി അതും ഇനി 9 മാസമേ ഉള്ളൂ. 1 ഇയർ ആക്സിഡൻ്റ് ഡാമേജ് പ്രൊട്ടക്ഷനും 9 മാസമേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കതെങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചാറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. സബ്മിറ്റ് ഈ ടിക്കറ്റ് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചാറ്റ് ചെയ്തു. അവസാനം ഇതാ അവരെനിക്കൊരു ചാറ്റ് തന്നു. അവർക്ക് മെസ്സേജ് അയച്ചത് ലാപ്ടോപ്പ് ആക്റ്റീവ് ഓൺ December 28, 2024 ദെൻ വാറണ്ടി ഷോയിങ് ഓൺ 9 മന്ത് ഓൺലി വൈ. സോ അവരെനിക്ക് ഇൻകറക്റ്റ് വാറണ്ടി സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകും. ഇതാ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ കിട്ടും തോന്നുന്നു. നോക്കാം എന്തായാലും. സ്റ്റെപ്പ് 1 ഡിസ്കവറി. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ക്ലിക്ക് ചെയ്യാം. സെറ്റ് റിക്വസ്റ്റ്. ഓക്കെ, വാറണ്ടി രജിസ്ട്രേഷൻ അപ്ഡേറ്റ് പർച്ചേസ് ദിസ് ഇന്ത്യ. എൻ്റർ ദ സീരിയൽ നമ്പർ IMEI നമ്പർ. ലാപ്ടോപ്പിൻ്റെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം. സീരിയൽ നമ്പർ കാണാതെ അറിയത്തില്ലെങ്കിൽ ബോക്സിൻ്റെ പുറത്ത് കാണും. ഓക്കെ, നമുക്കിവിടെ പ്രോഡക്റ്റ് സീരിയൽ നമ്പർ ഉണ്ട്. സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലെനോവോയുടെ i3 വെർഷനാണ്. PC പ്രോഡക്റ്റ് സെർച്ച് ചെയ്താൽ നമ്മുടെ ലാപ്ടോപ്പ് ഏതാണോ അതവിടെ വരുന്നതായിരിക്കും. ഇതാണ് ലാപ്ടോപ്പ്. ഇതിൽ വാറണ്ടി കാര്യങ്ങൾ 9 മാസമാണ് കാണിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് സീരിയൽ നമ്പർ. അത് ജസ്റ്റിന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തു. ഓക്കെ, അതിനുശേഷം ബാക്ക് വരാം. സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം. ബാക്ക് പേസ്റ്റ് കൊടുത്തു. ഇതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. 1 ഇയർ സൈറ്റ് വാറണ്ടി എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കൊടുക്കാം. ഡേറ്റ് ഓഫ് പർച്ചേസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്നാണോ അത് പർച്ചേസ് ചെയ്ത് അതിവിടെ എൻ്റർ ചെയ്യണം. നിങ്ങൾ എന്നാണോ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതെങ്കിൽ അത് പർച്ചേസ് ചെയ്ത ഡേറ്റ് കാണിക്കും. ആ ഡേറ്റ് എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത ആ ഡേറ്റ് എൻ്റർ ചെയ്യണം. December 24 ഞാൻ ഓർഡർ ചെയ്തത്. ഡിസംബർ ഒന്ന് ചെക്ക് ചെയ്യണം. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത്. അവിടെ നമ്മൾ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസും ഡെലിവറി ചെയ്ത ഡേറ്റും അവിടെ കാണാൻ പറ്റും. സോ December 24 ഓർഡർ ചെയ്തത്. December 24. പ്ലേസ് ഓഫ് പർച്ചേസ് ഫ്ലിപ്കാർട്ട്. ഓക്കെ, ഫ്ലിപ്കാർട്ട് കൊടുത്തു. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. 2024. ഓക്കെ, അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ചൂസ് ഫയലുണ്ട്. അവിടെ നമ്മൾ ഒന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ PDF ഫയൽ ആയാലും കൊടുത്താൽ മതി. പേ സ്ലിപ്പാണ്, ഇമേജ് ആസ് വെൽ. ഇഫ് യു ആർ flipkart.com പ്ലീസ് ഷെയർ ഓർഡർ ഇൻഫർമേഷൻ ഇമേജ് ആൻഡ് സ്റ്റിക്കർ ഓൺ ഡിവൈസ് ഇമേജ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഫ്ലിപ്കാർട്ടിൻ്റെ ഇമേജസ് ആണ്. സോ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസും അതിൻ്റെ ഫോട്ടോസ് ആക്കിയത് ഞാനത് PDF ആയിട്ട് കിട്ടിയതല്ല, ഞാനിവിടെ കോപ്പി ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതും പിന്നെ അതിൻ്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമുക്കത് അപ്ലോഡ് ചെയ്യണം.
സോ ഇനി നമുക്ക് ബാക്കിൽ വന്നിട്ട് സബ്മിറ്റ് ഡീറ്റെയിൽ ചൂസ് ഫയൽ എല്ലാം കോപ്പി ചെയ്തു സെലക്ട് കൊടുത്തു. ഇതിൽ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, ഇതിനകം രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സും ഡീറ്റെയിൽസ് കൊടുത്തു. പോസ്റ്റൽ കോഡ് 560037 അതും കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ്. സബ്മിറ്റ് കൊടുത്തു. നെക്സ്റ്റ് 24 ഹവേഴ്സിനുള്ളിൽ അപ്ലോഡ് ആവുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലോസ്. എല്ലാം സെറ്റായിട്ടുണ്ട്. റിവ്യൂ സബ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 24 ഹവേഴ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് 24 ഹവേഴ്സ് കഴിഞ്ഞ് ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. താങ്ക് യു. അങ്ങനെ കഴിഞ്ഞ ദിവസം വാറൻറ്റിയുടെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. ലാപ്ടോപ്പ് എടുത്ത ഉടനെ എൻ്റെ 4 മാസം വാറൻറ്റി കഴിഞ്ഞു എന്ന്. സോ അതിപ്പം ഇന്നലെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. സോ ഇന്നത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഒരു 11 മാസത്തേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാറ്ററി വാറണ്ടി ഇന്നലെ 9 മാസമായിരുന്നു. ഇപ്പോൾ 11 മാസം റിമൈനിങ് ഉണ്ട്. ഇന്നലെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതൊന്ന് പറയണമെന്ന് തോന്നി.